ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഫേസ് ജെല്ലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ മോള് രാവിലെ തന്നെ ശംഖുപുഷ്പം പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ദിവസവും രാവിലെ പറിച്ച് അത് തണലത്ത് ഉണക്കി ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പം വെച്ചിട്ടല്ല ജെല്ലുണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പം വെച്ചിട്ടാണ് ജെല്ലുണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ രാവിലെ പറിച്ച ശംഖുപുഷ്പമാണ്. ഇനിയും ഒത്തിരി പറിക്കാനുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ശംഖുപുഷ്പം വെച്ച് ചെയ്താൽ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. അതുകൊണ്ടിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പം വെച്ചിട്ട് ജെല്ല് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇന്ന് 300 ഗ്രാമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഓർഡറുണ്ട്. അതുകൊണ്ടിട്ട് 300 ഗ്രാമിൻ്റെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിന് നമുക്ക് അതിലോട്ട് ഡ്രൈ ആയിട്ടുള്ള ശംഖുപുഷ്പം ഇട്ട് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, കുറേ അധികം ശംഖുപുഷ്പത്തിനൊന്നും ഇടേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഡിസ്റ്റൽ വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏകദേശം പാത്രം നിറയാറാകുന്നത് വരെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അത് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ആ കളറ് കാണാനായിട്ട്. അതിൻ്റെ ബ്ലൂ കളറെല്ലാം ഇറങ്ങി ആ ഫ്ലവർ തന്നെ വെള്ള കളറിലോട്ടായിട്ടുണ്ട്. അത്രയ്ക്ക് അതിൻ്റെ എക്സ്ട്രാക്റ്റ് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലോട്ട് അരിച്ചൊഴിക്കാം. ഈ ജെല്ല് തന്നെ, ഫേസ് ജെല്ല് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ പാടുകൾ, ചുളിവുകൾ, അതുപോലെ തന്നെ നന്നായിട്ട് നിറം വെക്കും. എന്ന് പറഞ്ഞിട്ട് ഒരുപാടങ്ങ് നിറം വെക്കുമെന്നല്ല, നമ്മുടെ സ്കിന്ന് എപ്പോഴും ഭയങ്കര നന്നായിട്ടൊരു ക്ലിയർ സ്കിന്നായിട്ടിരിക്കാനായിട്ട് ഇതുപോലെയുള്ള ജെല്ലുകൾ സഹായിക്കും. ഇനി ഇത് നമുക്ക് 300 ഗ്രാം മെഷർമെൻറ്റ് ചെയ്തെടുക്കാം. കാർബോമറാണ് ഇതിനായിട്ട് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. നമുക്ക് സാന്തങ്കം വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഗ്ലിസറിൻ വേണം, പ്രിസർവേറ്റീവ്സ് വേണം. വൈറ്റമിൻ ഇ ഓയിൽ വേണമെങ്കിൽ നമുക്കിതിലോട്ട് ഒഴിക്കാം. പക്ഷേ ഒഴിക്കുമ്പോൾ ആ ജെല്ല് വന്നിട്ടൊരു ക്ലൗഡി കളറ് ഫീൽ ചെയ്യും. ഒരു ട്രാൻസ്പെറൻസി വരത്തില്ല, കുറച്ച് ക്ലൗഡി ആയിട്ടിരിക്കും. ആവശ്യമുള്ളവർ വേണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം. നമുക്കൊരു 300 ഗ്രാം ലിക്വിഡ് വേണം. നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. മുന്നൂറ് ഗ്രാം തികയത്തില്ല. നമുക്ക് കുറച്ച് ഡിസ്റ്റൽ വാട്ടറും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അളവുകൾ എപ്പോഴും കറക്റ്റായിട്ടിരിക്കണം. മെഷർമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അളവുകൾ തെറ്റിയാൽ ആ ഒരു സ്ട്രെച്ചർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്ക് കാർബോമർ മെഷർമെൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു ചെറിയൊരു വെയിൻ മെഷീൻ വേണം. അതായത് 1 ഗ്രാം തൊട്ട് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് വെയിൻ മെഷീൻ വേണം. നമുക്കിന്ന് 1 ഗ്രാമാണ് കാർബോമർ എടുക്കേണ്ടത്. ഒരു ഗ്രാം അളവ് ചെയ്ത് കൊടുക്കാം. മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഒരു പോയിൻ്റൊക്കെ കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അത് അധികമാവാണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഷാമ്പൂ, ഇതുപോലെ തന്നെ ഫേസ് ജെല്ല്, ഫേസ് വാഷ്, ക്രീമുകൾ. അത്രയും നല്ല റിസൾട്ടാണ് ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലിന്. അതുപോലെ തന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ ടീ കുടിക്കാനായിട്ടും അത്രയും ഹെൽപ്പാണ്. ഇപ്പം നമ്മളിതിൽ കാർബോമർ ആഡ് ചെയ്ത് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാം. ഞാനിവിടെ 300 ഗ്രാം ജെല്ല് ഉണ്ടാക്കുന്നതിന് 28 ഗ്രാമാണ് ഗ്ലിസറിൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളത് കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനത് 8 ഗ്രാം ഇട്ടിച്ചിട്ടാണ്, ഒരു 100 ഗ്രാമിന് 8 ഗ്രാം വെച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിപ്പോൾ ഞാൻ ചിലപ്പോൾ 10 ഗ്രാമും ആഡ് ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പ്രിസർവേറ്റീവ്സും കൂടി ആഡ് ചെയ്ത് ഒരു ക്ലീൻ റാപ്പ് കൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്ത് ഒരു 6-7 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്കിതെല്ലാം ഈ കട്ട പിടിച്ചിരിക്കുന്നതെല്ലാം അതിൽ മെൽറ്റായി ക്ലിയർ ആയിട്ടുള്ളൊരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിന് മുൻപ് ചെയ്താൽ കുറച്ച് കാർബോമറൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചതുപോലെ ഉണ്ടാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊരു ക്ലീൻ റാപ്പ് കൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽറ്റായി നല്ലൊരു ലിക്വിഡ് ഫോമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ടീ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ടീ എത്തനോൾ അമൈൻ അത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5 ഡ്രോപ്പാണ്. ഒരിക്കലും ഇതിൻ്റെ അളവ് കൂടരുത്, ഭയങ്കര സ്റ്റിക്കി ആയി പോവും. അതുപോലെ ഒരു 5 ഡ്രോപ്പ് മാത്രമാണ് ഞാനിപ്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 300 ഗ്രാം നമ്മുടെ ചങ്കുപുഷ്പത്തിൻ്റെ ജെല്ലാണ് ഇരിക്കുന്നത്. അതിലോട്ട് നമ്മളത് തിക്കാകാനായിട്ട് 5 ഡ്രോപ്പ് ടീ മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് ഒരു 2 ഡ്രോപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് കറക്റ്റ് ആ ഒരു സ്ട്രെച്ചറിലോട്ട് വന്നോളും. ഇപ്പോൾ കറക്റ്റ് ഒരു അളവായി. ഇത് നമുക്കിനി ഒരു ബോട്ടിലോട്ട് മാറ്റാം. ഈ ജെല്ല് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം. നമുക്കിതൊരു ബോട്ടിലോട്ട് മാറ്റി വെക്കാം. നല്ല കളറാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര ഡാർക്ക് കളറായി പോവും. ഇനി ഇതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.